23 ദിവസത്തെ പ്രചാരണം, ഒരു ദിവസത്തെ മൗനം. 25-ാം ദിനം കേരളം പോളിംഗ് ബൂത്തിൽ 4 മണിക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം. ആദ്യം CPI, പിന്നാലെ CPM. AKG സെന്ററിൽ നിന്ന് ഗോവിന്ദൻ മാസ്റ്റർ നേരെ ഇറങ്ങുന്നത് റോഡ് ഷോയിലേക്കാണ്. ഒന്ന് പ്രഖ്യാപിക്കാൻ കാത്തിരുന്നത് പോലെ പ്രചാരണത്തിന്റെ ആദ്യ ദിനം തൂക്കി LDF. നാളെ വരാനിരിക്കുന്നത് UDF പട്ടികയാണ്. 24 മണിക്കൂറിനകം പ്രഖ്യാപനമുണ്ടാകും. എന്താ സംശയം എന്ന് ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവ്. ദുർഭരണത്തിന് 25-ാം ദിനം അറുതിയുണ്ടാകുമെന്ന് ലീഗ്. 140 മണ്ഡലങ്ങളിലും മത്സരിക്കും. വിവാദ രാഷ്ട്രീയം മതിയാക്കി കേരളം വികസന രാഷ്ട്രീയത്തിന് വോട്ട് ചെയ്യുമെന്ന് BJP. ആദ്യ ദിനം ഇങ്ങനെയെങ്കിൽ ആവേശപ്പോരെന്നതിൽ സംശയമില്ല. ഒറ്റ ചോദ്യം, കേരളം ആര് ഭരിക്കും? KG കുഞ്ഞിക്കണ്ണൻ CPM-ൽ നിന്ന്, ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസിൽ നിന്ന്, AK അനുരാജ് വലതു നിരീക്ഷകൻ, ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല, മന്ത്രി MB രാജേഷ്, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം എന്നിവരും ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരും. ആദ്യം നമ്മൾ പോകുന്നത് KT കുഞ്ഞിക്കണ്ണൻ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. KT തുടരുമോ? ഓ, കേൾക്കാമല്ലോ. തുടരുമോ? തുടരും. കേരളം കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ദൃഢീകരിച്ചെടുത്ത ക്ഷേമോന്മുഖവും വികസനോന്മുഖവുമായ ഒരു സാമൂഹ്യാവസ്ഥയെ, കേരളത്തിന്റെ ഒരു സമ്പദ് വ്യവസ്ഥയെ, മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും ഗുണകരമായ ഒരവസ്ഥയെ നിലനിർത്തുക എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പ്രശ്നമാണ്. ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്നത് ഒരു നിയോ ലിബറൽ വികസനമല്ലല്ലോ. രാഹുൽ ഗാന്ധിയും സതീശനും ഒക്കെ ഒരു നിയോ കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നവോത്ഥാനത്തെ തുടർന്ന് രൂപം കൊണ്ട ആധുനിക കേരളം, നവകേരളം, അതിന്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭൂപരിഷ്കരണം ഉൾപ്പെടെയുള്ള ക്ഷേമോന്മുഖവും വികസനോന്മുഖവുമായ നമ്മുടെ ഭൗതിക ബന്ധങ്ങളിൽ മഹാഭൂരിപക്ഷത്തിന്റെ കൈകളിലേക്ക് സ്വത്തും വരുമാനവും എത്തിക്കാനുള്ള പദ്ധതികൾ, ഇതെല്ലാം കേരളം നിലനിർത്തണം. അതിന് ഇടതുപക്ഷത്തിന് ഒരു തുടർച്ചയുണ്ടാവണം എന്നുള്ളതാണ്. 5 വർഷക്കാലം കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു 2021 ഗവൺമെന്റ് തുടങ്ങി വെച്ച നിരവധി കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ രംഗത്തായാലും സാമൂഹ്യക്ഷേമ രംഗത്തായാലും വിപ്ലവകരമായ മാറ്റങ്ങളാണ്, വികസനങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആർക്കും നിഷേധിക്കാനാവാത്ത തരത്തിൽ ഔദ്യോഗികമായ കണക്കുകൾ, പഠനങ്ങൾ, ഇതെല്ലാം തന്നെ എന്താണ്, കേരളം മനുഷ്യ ജീവിത ഗുണനിലവാരത്തിന്റെ വികസന സൂചികൾ ശരിയാണ് KT. പക്ഷെ ആദ്യത്തെ ദിനം തന്നെ വളരെ ഞെട്ടിക്കുന്ന തോതിലുള്ള ഒരു പ്രചാരണമാണ് ഉണ്ടാകുന്നത്. ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ വെച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത്, അതിൽ എഴുതിയിരിക്കുന്ന വാചകം ഇങ്ങനെയാണ്: നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന്. ആ കാർഡ് UDF ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒന്നിച്ചിറങ്ങും, ഞങ്ങൾ ഒന്നിച്ച് കയറും എന്ന് പറഞ്ഞുകൊണ്ട്. ഏതാ സാധ്യമാവുക? ഞങ്ങൾ ഒന്നിച്ചിറങ്ങണം എന്നുള്ളത് കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഒന്നിച്ചിറങ്ങുക എന്ന് പറഞ്ഞാൽ ഈ സാമൂഹ്യ ക്ഷേമ വികസന നേട്ടങ്ങൾ, ഇടതുപക്ഷം കൊണ്ടുവന്ന വികസന പദ്ധതികളുടെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്ന ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്നിച്ചു നിന്നിറങ്ങണം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായി നടത്തിയ അനവധിയായ അപവാദ പ്രചരണങ്ങൾ, SIR കൊണ്ടുവന്നത് പിണറായി വിജയൻ എന്നിവരെ വീടുകൾ കയറി ക്യാമ്പയിൻ നടത്തി, അതുപോലുള്ള അപവാദ പ്രചരണങ്ങൾ, അതുപോലെ തെരഞ്ഞെടുപ്പിൽ നേടുന്ന ഞങ്ങൾക്കുണ്ടായ ചില സംഘടനാപരമായ ദൗർബല്യങ്ങൾ, ഇതെല്ലാം പരിഹരിച്ച് തെരഞ്ഞെടുപ്പിനെ ഒരു ജീവൻ മരണ യുദ്ധമായി ഏറ്റെടുത്തുകൊണ്ട് ഒന്നിച്ചിറങ്ങുകയാണ് ഞങ്ങൾ. അതിനിപ്പോ UDF എന്ന് പറയുന്നത്, അവരുടെ PR ടീം എന്ന് പറയുന്നത് കനകലുവാണ്. കനകലുവിന്റെ സൈദ്ധാന്തിക മനസ്സ് എല്ലാ കാര്യങ്ങളെയും എന്താണ്, വളരെ വൈകാരികമായ, യുക്തിയല്ല വൈകാരികതയാണ് തെരഞ്ഞെടുപ്പിലെ വിജയമുണ്ടാക്കുന്നതെന്നാണ്. അപ്പോൾ കേരളം പോലെ ഒരു ഉത്ബുദ്ധമായ സമൂഹത്തെ വളരെ വൈകാരികമായ തലങ്ങളിൽ എങ്ങനെ സഞ്ചരിപ്പിക്കാം, അതിനുള്ള കൗണ്ടറായിട്ടുള്ള കാർഡുകളൊക്കെ തന്നെ UDF ഇറക്കും. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ മുഖവിലക്കെടുക്കില്ലെന്നാണ് ഞങ്ങൾ കാണുന്നത്. തീർച്ചയായിട്ടും. ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങനെ വൈകാരികമായ ചില പ്രചാരണങ്ങൾ നടക്കും, അതുവഴി അധികാരത്തിലേറാം എന്നുള്ളതാണ് UDF-ന്റെ പ്രതീക്ഷ എന്നാണ് CPM വിലയിരുത്തുന്നത്. ഇന്നിപ്പോ ആദ്യത്തെ ദിവസം ഒന്ന് പ്രഖ്യാപനത്തിന് കാത്തിരിക്കുന്നു എന്ന അർത്ഥത്തിലുള്ള വലിയ പ്രചാരണത്തിന് അവർക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. നാളെ നിങ്ങളുടെ പട്ടിക വരാനിരിക്കുകയാണ്. ഈ ദുർഭരണത്തിന് അവസാനം കുറിക്കാൻ ഇനി 25 ദിവസം എന്നുള്ളതാണ് UDF ക്യാമ്പുകളിൽ നിന്ന് വരുന്നത്. നിങ്ങൾ കയറുമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ അവർ പ്രചരണ വാചകമായിട്ടാണെങ്കിലും അതും അവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഒന്നിച്ചിറങ്ങുകയാണെന്ന്. അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു അവർ ഒന്നിച്ചിറങ്ങുകയാണെന്ന്.
അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിലെ സാധാരണക്കാർ. അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞത് കനകോലുവിന്റെ സിദ്ധാന്തം. കനകോലുവിന്റെ സിദ്ധാന്തമൊന്നുമല്ല, സാധാരണ മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് അവർ വോട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ നിങ്ങൾ പറയുന്നത് വൈകാരികമായിട്ട് പ്രതികരിപ്പിക്കാൻ വേണ്ടി UDF ശ്രമിച്ചു എന്നാണ്. വൈകാരികത ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും തെരഞ്ഞെടുപ്പ് കാലത്ത്. യുക്തി കൊണ്ട് മാത്രം വയറ് നിറയുന്ന കാലമൊന്നുമല്ലല്ലോ. യുക്തി കൊണ്ട് മാത്രമല്ലല്ലോ മനുഷ്യർ ജീവിക്കുന്നത്. മനുഷ്യർ സാമാന്യ ബോധമുള്ള മനുഷ്യർ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്നുള്ള ബോധം കൊണ്ടുകൂടിയാണ് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അപ്പോൾ ചെറിയ സമയത്തൊക്കെ നിങ്ങൾക്ക് അവരെ പറ്റിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പിണറായി വിജയൻ ദൃഢീകരിച്ച കേരളത്തിന് ഇത്ര വലിയ വാക്കൊന്നും പറയണ്ട സാറേ. നമ്മൾ സാധാരണ മനുഷ്യർക്ക് അവരുടെ നികുതി പണം എടുത്തിട്ട് സർക്കാരിന് വേണ്ടിയിട്ട് PR വർക്കിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. ആ കാശുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് എത്രത്തോളം ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. വിവിധ ക്ഷേമനിധികൾ എത്രയോ മാസമായി 18, 19, 21 മാസമൊക്കെ ആയിട്ട് കുടിശ്ശികയാണ്. ക്ഷേമനിധികൾ, ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായ കാലഘട്ടമുണ്ട്. രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റമുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറുന്നു. വൈദ്യുതി ചാർജ്, കറണ്ട് ചാർജ്, ഇങ്ങനെ എല്ലാം ഈ പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾ വിലയിരുത്തും. അപ്പോൾ ചിലപ്പോൾ അവർ വൈകാരികമായിട്ട് പ്രതികരിക്കും. ആ വൈകാരിക പ്രതികരണത്തിന്റെ ഭാഗമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ UDF-നുണ്ടായ വിജയം. അതിനേക്കാൾ അപ്പുറം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ LDF സർക്കാരിനെ താഴെ ഇറക്കാൻ നോക്കുന്നത് UDF എന്നൊരു മുന്നണിയോ കക്ഷിയോ മാത്രമല്ല, സാധാരണക്കാരാണ്. ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഞങ്ങളെ നയിക്കുന്ന സാധാരണക്കാരാണ്. അപ്പോൾ ആശുപത്രി ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിന്റെ വീട്ടുകാരും അതുപോലെ വയറ്റിൽ കത്രികയുമായിട്ട് നടക്കുന്ന ഹർഷിനെയും അതുപോലെ ഉഷ ജോസഫിനെ പോലുള്ള ആളുകൾ ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അപ്പുറത്താരാണ്? ആരോഗ്യമന്ത്രിയാണ്. ഒരു മുദ്രാവാക്യം കേൾക്കുമ്പോൾ കഴുത്തൊളുക്കുന്ന ആരോഗ്യമന്ത്രി അപ്പുറത്ത് നിൽക്കുന്നു. ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആശാ വർക്കർമാർ 266 ദിവസം കേരളത്തിന്റെ സെക്രട്ടേറിയറ്റ് പുറത്ത് സമരം ചെയ്യുന്ന സമയത്ത് ഒരു പണിയും ചെയ്യാതെ മാസപ്പണി വാങ്ങുന്ന വീണ തൈക്കണ്ടിൽ LDF-ന്റെ പ്രതിനിധിയായിരിക്കും. അപ്പൊ ഞങ്ങൾ പറയുന്നതാണല്ലോ ഡോക്ടർ ജിൻഡോ ജോൺ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമെന്ന് എല്ലാ മുന്നണികൾക്കും ഒരുപോലെ അറിയാവുന്നതാണ്. ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം വന്ന 1 മണിക്കൂറിനുള്ളിൽ LDF-ന്റെ CPI-യുടെയും CPM-ന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗോവിന്ദ മാസ്റ്റർ വാർത്താ സമ്മേളനം കഴിഞ്ഞ് നേരെ ഇറങ്ങുന്നത് വട്ടിയൂർക്കാവിലെ പ്രചാരണത്തിന്റെ ഘോഷയാത്രയിലേക്കാണ്. 81 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 75 പാർട്ടി സ്ഥാനാർത്ഥികളാണ്, 11 സ്വതന്ത്രരെയാണ്. നിങ്ങൾക്ക് പക്ഷെ അത് സാധിക്കുന്നില്ലല്ലോ. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകൾ വേണം. ആ ആലോചനകൾക്ക് ശേഷം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഇതിൽ ആദ്യം പ്രഖ്യാപിക്കുക, രണ്ടാമത് പ്രഖ്യാപിക്കുക എന്നുള്ളൊരു കാര്യമൊന്നുമില്ല. ഞങ്ങളെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കുന്ന 140 സ്ഥാനാർത്ഥികളെക്കാൾ, ആ സ്ഥാനാർത്ഥികൾക്കേക്കാൾ സംസാരിക്കുകയും സമരം ചെയ്യുകയും ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായിരിക്കും. ഞങ്ങൾ കൃത്യമായിട്ട് അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ നാളെ വന്നെന്നോർത്തും ഒരു കുഴപ്പമില്ല, മറ്റന്നാൾ വന്നെന്നോർത്തും ഒരു കുഴപ്പമില്ല. രാജനെ പോലുള്ള ആളുകൾ നിയമസഭയിലേക്ക് ആദ്യം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ TP ചന്ദ്രശേഖരന്റെ ജീവിതവും മരണവും ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾക്ക് കുറച്ച് സമയം കിട്ടി, എളുപ്പം കിട്ടും എന്നുള്ള കാര്യമാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥാനാർത്ഥികളെയും ഇഴകേറി പരിശോധിക്കാനുള്ള സമയമുണ്ടല്ലോ. അപ്പൊ ആദ്യം പ്രഖ്യാപിക്കുന്നു, ആദ്യം ജാഥ നടത്തുന്നു. അപ്പോൾ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇല്ലാത്ത രീതിയിൽ സർക്കാർ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് സർക്കാർ പാർട്ടിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നു. ഇതിലൊന്നും ഒരു വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും, ഞങ്ങൾ ജയിക്കും. ഞങ്ങൾ 100-ലധികം സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ നിയമസഭയിൽ UDF-ന്റെ ഒരു സർക്കാർ രൂപീകരണം കൊടുക്കും. ഓക്കെ, എന്താണ് BJP-യുടെ പ്രതീക്ഷ? ഇപ്പോ ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ 35 സീറ്റ് കിട്ടി ഭരിക്കാം എന്നുള്ള പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് എത്ര മണ്ഡലങ്ങൾ എന്നുള്ളതാണ്. അല്ല, NDA ഇവിടെ ഇടതുപക്ഷം ഇന്ന് CPIM സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ എല്ലാ സീറ്റിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറേ സീറ്റുകളിലേക്ക് പ്രഖ്യാപിച്ചു എന്നുള്ളത് എത്തിയിട്ടുള്ളൂ. അതേസമയം NDA-യുടെ പ്രവർത്തനം മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ചു കഴിഞ്ഞു. അത് മഞ്ചേശ്വരം തൊട്ട് തെക്ക് നേമം വരെ എല്ലാ മണ്ഡലങ്ങളിലും, ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും സജീവമായ പ്രവർത്തനം ആരംഭിച്ചിട്ട് എത്രയോ ദിവസമായി. അതായത് തെരഞ്ഞെടുപ്പ് ചിഹ്നം അത് വരച്ചുകൊണ്ട്, ചുമരുകളിൽ അത് വരച്ചുകൊണ്ടുള്ള പ്രചരണം തുടങ്ങിയിട്ട് എത്രയോ ദിവസമായി. അപ്പോൾ അതുകൊണ്ട് പ്രചരണത്തിൽ NDA വളരെ മുന്നിലാണ്. പിന്നെ മണ്ഡലങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ കേരളത്തിൽ മൊത്തം NDA-ക്ക് സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഈ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചു എന്ന് പറയുന്ന പോലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള മധൂർ പഞ്ചായത്ത്, എത്രയോ കാലമായിട്ട് BJP ഭരിക്കുന്ന പഞ്ചായത്ത് വരെ വിജയിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ കേരളത്തിലെ മധ്യ കേരളത്തിലായാലും അതുപോലെ തന്നെ
മധ്യ കേരളത്തിന് വടക്ക് തിരുവനന്തപുരത്തിനിടയിലുള്ള സ്ഥലം, അതുപോലെ തന്നെ വടക്കോട്ട് ഒക്കെയുള്ള സ്ഥലങ്ങളിൽ സാന്നിധ്യം അറിയിക്കാൻ പറ്റി. ആ ആത്മവിശ്വാസത്തിലാണ് NDA ഉള്ളത്. ആ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതിന് ഏറ്റവും അനുകൂലമായ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തവണ കേരളത്തിൽ ത്രികോണ മത്സരമാണ്. അതിന് ഏറ്റവും സഹായിക്കുന്ന ഒരു ഘടകം NDAയുടെ വളർച്ചയാണ്, വേറെ ഒന്നുമല്ല. അതായത് NDAയിലേക്ക് പുതിയ ഘടകകക്ഷികൾ വരുന്നു. ഇപ്പോൾ 3-4 പാർട്ടികളുള്ള ഒരു മുന്നണിയായിട്ട് NDA മാറി. അത് BJPക്ക് ഘടകകക്ഷികളില്ല എന്നായിരുന്നു നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നവും സീറ്റ് ഏറ്റെടുത്ത BJP മത്സരിച്ച ഇടങ്ങളിൽ വോട്ട് കുറവാണ് ഉണ്ടായിട്ടുള്ളത്. 13% ആ വോട്ട് ശതമാനം കുറഞ്ഞ സാഹചര്യത്തിൽ നിന്നാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ എന്ന് പറയുന്നതാണ് മുന്നിലുള്ളത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ എല്ലാവരെയും CPM പ്രഖ്യാപിച്ചിട്ടില്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് പിണറായിൽ കണ്ടൊരു കാഴ്ച, പിണറായി വിജയന്റെ ഫ്ലക്സ് ബോർഡുമായിട്ട് പോവുകയാണ്. ആ അണികളോട് ചോദിക്കുന്ന സമയത്ത് പ്രഖ്യാപനം വന്നതിന് ശേഷമേ ഇത് വെക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ നേമത്ത് ഞാനാണ് മത്സരിക്കുന്നത് സ്വയം പറയുന്നു, സ്വയം പോയി ചുവരെഴുതുന്നു, ആ നിലയ്ക്കാണ് പോകുന്നത്. പക്ഷെ അതേ സമയത്തോ ഇത്രയും കാലം BJPയുടെ മുഖങ്ങളായി ഇവിടെ നിന്ന് പലരുണ്ട്. MT രമേശുണ്ട്, കുമ്മനം രാജശേഖരനുണ്ട്. സീറ്റ് ഏതാണ് എന്ന് പോലും ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത സാഹചര്യമില്ലേ നിങ്ങൾക്ക്? അത് വളരെ ലാഘവത്തോടെ കാണരുത്. കാരണം ഇപ്പൊ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം NDAക്ക് സാധ്യത കൂടുതലുള്ള മണ്ഡലങ്ങളിൽ അധിക ശ്രദ്ധ പാലിച്ചുകൊണ്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. മറ്റു മണ്ഡലങ്ങളിലും നടന്നിട്ടുണ്ട്. അത് മാധ്യമങ്ങൾ വേണ്ടത്ര കാണാതെ പോയി എന്നുള്ളതേ ഉള്ളൂ. കേരളം മൊത്തം ഈ പ്രവർത്തനം നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പ്രമുഖ നേതാക്കന്മാർ ചെയ്യുന്നതാണ് സ്വാഭാവികമായിട്ടും മാധ്യമ ശ്രദ്ധയിൽ വരിക. അത്തരം കാര്യങ്ങൾ വന്നു എന്നുള്ളതേ ഉള്ളൂ. അവരാരും ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ടല്ല ചെയ്തത്. അവരൊക്കെ NDAയുടെ BJPയുടെ മുതിർന്ന നേതാക്കന്മാരാണ്. കാര്യമാണ്. ഏതെങ്കിലും ഒരു കമ്മിറ്റിക്ക് ശേഷമോ അങ്ങനെയൊന്നുമല്ല, ഞാനാണ് നേമത്ത് മത്സരിക്കുക എന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത്. മറ്റൊരു സ്ഥാനാർത്ഥിയും ആ കൂടെ പ്രഖ്യാപിച്ചില്ല. അത് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന അദ്ദേഹത്തോടല്ലേ ചോദിച്ചാലേ അതിനൊരു വിശദീകരണം കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്ന സാഹചര്യം വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. NDA പ്രചരണത്തിൽ വളരെയധികം മുന്നോട്ട് പോയി കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവ വികാസം CPIM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ NDAയുടെ പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇതിലൊക്കെ ഇനിയും മാറ്റങ്ങൾ വരുത്താനുണ്ടാവും, മെച്ചപ്പെടുത്തലുകൾ വരുത്താനുണ്ടാവും, മാറ്റങ്ങൾ വരും. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു എന്നുള്ളത് ഒരു നാഴികക്കല്ല് തന്നെയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണ്. മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ, ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അധിക ശ്രദ്ധ കൊടുത്ത് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്തൊട്ടുക്ക് പ്രവർത്തനം നടത്താൻ NDA ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിൽ MLA-മാരുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലെയും വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, വികസനമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ വിഷയം എന്ന് ഉന്നയിച്ചുകൊണ്ട് ഒക്കെ NDA കുറെ പരിപാടികൾ നടത്തി. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇപ്പോഴത്തെ UDF-ഉം LDF-ഉം സംസ്ഥാന തലത്തിൽ യാത്രയൊക്കെ നടത്തിയപ്പോൾ ഒരു പ്രത്യേക ഒരു അജണ്ട ഉയർത്തി കാണിച്ചോ എന്ന് സംശയമാണ്. പക്ഷേ വികസിത കേരളം എന്ന ആശയം ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിലുള്ള കൺവെൻഷൻ കൊച്ചിയിൽ നടന്നു. അതേ തുടർന്ന് സംസ്ഥാന നേതൃത്വത്തിന്റെ മുൻകൈ എടുത്തുകൊണ്ട് മുതിർന്ന നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള കൺവെൻഷനുകൾ വിവിധ സ്ഥലങ്ങളിൽ നടന്നു. അങ്ങനെ വികസിത കേരളമാണ് ഞങ്ങളുടെ വിഷയം, ഇത് മാത്രമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് NDA മുന്നോട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട വികസന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിൽ ഏതാണ്ട് 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തല്ലോ. അത് കേന്ദ്ര സർക്കാരിന്റെ 10,800 കോടിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് മറ്റൊരു വേദിയിലായിരുന്നു, കൺവെൻഷൻ വേദിയിലായിരുന്നില്ല. ആയിക്കോട്ടെ, അതുകൊണ്ടെന്താ ഞാൻ യഥാർത്ഥത്തിൽ മൂന്നാമത്തെ ചോദ്യം അങ്ങിലേക്ക് വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനത്തെ വലുത് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ പോയതാണോ എന്ന് വിചാരിച്ച് ചോദിച്ചാ. അല്ല, അതായത് വികസിത കേരളം എന്നതാണ് NDA മുന്നോട്ട് വെക്കുന്ന പദ്ധതി. ആ പദ്ധതിക്ക് അനുകൂലമായിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം തന്നെ ഇവിടെ നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. അത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ NH വികസന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യാനും റെയിൽ സർവീസുകളുടെ ഫ്ലാഗ് ഓഫ് ചെയ്യാനും ഒക്കെയാണ് വന്നത്. ഒരു കൺവെൻഷനിൽ വന്നിട്ട് ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറയലല്ലോ, പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിയെന്നാണ് അങ്ങ് പറഞ്ഞത്. ഒക്കെയാണ് ഉണ്ടോ? അല്ലെന്നേ, ഞാൻ
ഞാൻ പറയുന്നത് വികസിത കേരളം എന്ന ഒരു സമൂലമായ ആശയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ശരി. ആ പ്രഖ്യാപനങ്ങളില്ലാത്ത സമൂലമായ വികസിത ആശയത്തിന് എന്താണ് തെളിവ് കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇതേ വേദിയിലാണ് പ്രസംഗിച്ചതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിന് തെളിവ് തന്നെ ഉണ്ട്. അത് മറ്റൊരു വേദിയിലായിരിക്കാം എങ്കിൽ പോലും അത് നേട്ടങ്ങളല്ലാതെ ആവുന്നില്ലോ. നേട്ടങ്ങൾ തന്നെ ഉണ്ട് എന്നാണ് പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് വന്നത്. ഇന്ത്യയുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന നിലയ്ക്ക് അപ്പുറത്ത് കൺവെൻഷനിൽ ഒന്നും പ്രഖ്യാപിച്ചു കേട്ടില്ല എന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ. ശ്രീ AK രാജൻ, ഞാൻ വരാം. ശ്രീ ജേക്കബ് ജോർജ്, തെരഞ്ഞെടുപ്പുകൾ ഏറെ കണ്ടിട്ടുണ്ട്. ഇപ്പോ ഏറ്റവും അടുത്ത ഓർമ്മയിലാണ് എങ്കിൽ പോലും 3-4 തെരഞ്ഞെടുപ്പുകൾ ഈ പറയുന്ന നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്ന 2006 മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് പോലുമുണ്ട്. ആദ്യ ദിവസം ഇത്രയും വലിയ പ്രചാരണ ഘോഷ അങ്ങേക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്ക് അത്ഭുതമുണ്ട്. ആദ്യ ദിനം എന്ന നിലയ്ക്ക് കൊട്ടിക്കലാശത്തിന്റെ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് എത്രത്തോളം വലിയ പോരായിരിക്കുമെന്നതിന്റെ സൂചന തന്നെയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അങ്ങയുടെ അഭിപ്രായം? കൊല്ലം വരെ ബൈ റോഡ് പോയിട്ട് എളുപ്പം വരികയായിരുന്നു. അപ്പം കൊല്ലം മുതൽ തിരുവനന്തപുരം വരെയുള്ള വഴിയരികിലെല്ലാം കോർണർ മീറ്റിങ്ങുകൾ ആയി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മാധു പറഞ്ഞതുപോലെ തന്നെ കോർണർ മീറ്റിങ്ങുകള്, പോസ്റ്ററുകളെ, ഭിത്തിയിൽ, മതിലുകളിൽ ചുവരെഴുത്ത് ഒക്കെയായിട്ട് ജനങ്ങളും പ്രവർത്തകരങ്ങ് രംഗത്തിറങ്ങി കഴിഞ്ഞു. BJPയുടെ ഫ്ലെക്സ് ബോർഡുകൾ എത്ര എണ്ണമെന്നറിയാമോ ഈ ഭാഗത്ത് കൊല്ലം തിരുവനന്തപുരം വരെയുള്ള ഹൈവേയുടെ 2 വശത്തും കാണാൻ കഴിയുക. അത് വലിയ സംഭവം തന്നെയാണ്. കാരണം BJPക്ക് വ്യത്യാസമുണ്ട്. BJP കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. ഇഷ്ടംപോലെ കാശ് കൊടുത്തു കഴിഞ്ഞു നേരത്തെ തന്നെ. അതുകൊണ്ട് അതവർ പ്രയോഗിക്കുന്നു. ഇപ്പൊ പത്രങ്ങളിലൊക്കെ വരുന്ന പോസ്റ്ററുകൾ റോഡിലെല്ലാം കാണാം. അവരുടെ പത്രങ്ങളിൽ വരുന്ന പരസ്യങ്ങള് വലിയ പോസ്റ്ററായിട്ട് റോഡുകളിൽ തന്നെ കാണാം. സ്വാഭാവികമായിട്ടും 3 ത്രികോണ മത്സരം എന്ന പ്രതീതി നമ്മുടെ റോഡുകളിൽ, നിരത്തുകളിൽ, പരസ്യങ്ങളിൽ, പത്രങ്ങളിൽ നോക്കിയാൽ അങ്ങനെ മനസ്സിലാവും. പക്ഷെ യഥാർത്ഥത്തിൽ 2 മുന്നണികൾ, പരമ്പരാഗതമായി കേരളത്തിൽ നടക്കുന്ന പരമ്പരാഗതമായ 2 ശത്രുക്കൾ, ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും തമ്മിലുള്ള മത്സരം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. യാതൊരു സംശയമില്ല. 2 കൂട്ടുകെട്ടുകൾ തമ്മിലുള്ള മത്സരം. പോരാട്ടം അതിന്റെ അകത്ത് 11 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് വെച്ച് നോക്കിയാൽ BJP ഒന്നാമതുള്ളത്. ഉണ്ടാകില്ലേ? അല്ല, ആ 11 മണ്ഡലങ്ങളിൽ എത്ര എണ്ണം കിട്ടും BJPക്ക് എന്നാണ് മാധുവിന്റെ കണക്കുകൂട്ടൽ? ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. എനിക്കൊരു കണക്കൊക്കെ ഉണ്ട്, പക്ഷെ പറയാൻ പാടില്ല. അങ്ങേക്ക് പറയാം. രാഷ്ട്രീയ നിരീക്ഷണ ചോദ്യം ചോദിക്കുക. അല്ല, ഞാനങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ അങ്ങേക്ക് പറയാം. ഇല്ല, എനിക്കൊരു നിരീക്ഷണവും ഇല്ല ആ കാര്യത്തിൽ. നമുക്ക് വരട്ടെ. കാരണം കടുത്ത മത്സരം നടക്കുന്ന കുറെ മണ്ഡലങ്ങൾ BJPക്ക് അവകാശപ്പെടാനുണ്ട്. തിരുവനന്തപുരത്ത് നേമം, വട്ടിയൂർക്കാവ്, നേമത്ത് നമ്മൾ തന്നെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുന്നു. വട്ടിയൂർക്കാവിലെ ശ്രീലേഖ IPS, മുൻ IPS ഉദ്യോഗസ്ഥ, മുൻ പോലീസ് DGP മത്സരിക്കുന്നു. അവിടെ K മുരളീധരൻ മത്സരിക്കുന്നു. ഭയങ്കര സംഭവബഹുലമാണ് കേരള രാഷ്ട്രീയം. ആ സംഭവബഹുലമായ കേരള രാഷ്ട്രീയത്തിന്റെ തനി പ്രതിഫലം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും നമ്മുടെ ജനങ്ങളുടെ വാശിയും വീറും വാശിയും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണയും അത് കൂടും, യാതൊരു സംശയമില്ല. കാരണം, ആത്യന്തികമായിട്ടൊരു കാരണം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 3ാമതും ഭരണം കിട്ടിയേ പറ്റൂ. കാരണം എന്താ? അവർക്ക് ഇന്ത്യ മഹാരാജ്യത്ത് വേറെ എങ്ങും ഭരണമില്ല. കോൺഗ്രസിന് ഭരണമുണ്ട്. അതേപോലെ കോൺഗ്രസിനാണെങ്കിലും ഭരണം കിട്ടിയേ പറ്റൂ. കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ പ്രചാരണം നടത്തിയതാണ്, ഞങ്ങൾ വരും. അന്ന് പക്ഷെ സാധ്യതകൾ ഏറെ ഉണ്ടായിരുന്നു. അന്നത്തെ സാധ്യത എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് കേരളത്തിൽ ഒരു LDF ഭരണം കഴിഞ്ഞാൽ അടുത്തത് UDF എന്നുള്ള ഒരു അലിഖിതമായ ഒരു പതിവ് കേരളത്തിനുണ്ടായിരുന്നു, കേരളത്തിന്റെ തെരഞ്ഞെടുപ്പുകൾക്കുണ്ടായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ ഒന്നിടവിട്ട് ഭരണത്തിലെത്തുക എന്നുള്ള ഒരു രീതി. അത് പിണറായി വിജയൻ തെറ്റിച്ചു, ഭരണ തുടർച്ച നേടി. ഇന്നിപ്പോൾ നമ്മുടെ ജിൻഡോ ജോണൊക്കെ പറയുന്നത് കേട്ടു. തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു. ഭരണവിരുദ്ധ വികാരം കാണാം, ഒക്കെ ഉണ്ടാവും. അവർക്ക് ഭരണം കിട്ടുമോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമേ ഞാൻ പറയാൻ തയ്യാറുള്ളൂ അക്കാര്യത്തിൽ. കാരണം കഴിഞ്ഞ തവണ ഇതുപോലെ പ്രതീക്ഷ വെച്ച കോൺഗ്രസ് പരാജയപ്പെട്ടത് നമ്മൾ കണ്ടതാണ്. ഇത്തവണ അങ്ങനെ ഒരു പരാജയം സംഭവിച്ചുകൂടാ കോൺഗ്രസിന്. ഞാൻ നേരത്തെ ഇടതുമുന്നണിയുടെ കാര്യം പറഞ്ഞതുപോലെ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ അധികാരമില്ലാതെ വെയിലത്ത് നിൽക്കുകയാണ്. അധികാരത്തിന്റെ ശീതള ഛായയില്ലാതെ വെയിലത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ, കോൺഗ്രസ് പാർട്ടി ഇത്തവണ കൂടി അധികാരം നഷ്ടപ്പെട്ടാൽ കോൺഗ്രസിന്റെ അകത്ത് പ്രശ്നമുണ്ടാവാം.
BJP നോക്കി നിൽക്കുകയാണ് മധു. BJP ഇങ്ങനെ തക്കം നോക്കിയിരിക്കുകയാണ് കയറി വരാൻ. കേരളത്തിൽ ഒരു ഇടം കാണണം, ഒരു ഇടമുണ്ടാക്കി കയറി വരണം. രണ്ട് കക്ഷികൾ തമ്മിൽ നേരിട്ട് മത്സരിക്കുന്ന കേരള സംസ്ഥാനത്ത് ഒരു ഇടമുണ്ടാക്കി കയറാനുള്ള ശ്രമത്തിലാണ് BJP. അതിനവർക്ക് ഒരു വലിയ സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നെയാണ് ഈ മത്സരം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഓക്കെ, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഇപ്പോ ഇന്ന് അവസാനത്തെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഒരു നീണ്ട നിര ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. ഇതേ കാര്യം നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കണ്ടു. വലിയ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത്, നിര പ്രഖ്യാപനങ്ങൾ, ഒരു മിനി ബജറ്റ് തന്നെ പ്രഖ്യാപിച്ചു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. KT അത് അംഗീകരിച്ചു എന്ന് എനിക്ക് ആദ്യം കേട്ടപ്പോൾ വലിയ സന്തോഷവുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം പ്രഖ്യാപനങ്ങൾ ജനങ്ങൾ മുഖവിലക്കെടുക്കും, വോട്ട് നൽകും എന്ന പ്രതീക്ഷയുണ്ടോ? ജനങ്ങൾക്ക് സർക്കാർ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അത് അവരുടെ അവകാശമാണെന്നും ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തം ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെന്നും അതുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കോൺഗ്രസും BJPയും പ്രതിനിധീകരിക്കുന്ന നിയോ ലിബറൽ നയങ്ങളുടെ വക്താക്കളായ മുന്നണികൾ പറയുന്നതിൽ വ്യത്യസ്തമായി നിരവധി ജനകീയമായ ക്ഷേമോന്മുഖമായ വികസനോന്മുഖമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് ചില ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെ വിശകലനം ചെയ്തപ്പോൾ വിലയിരുത്തിയപ്പോൾ ഞങ്ങൾ ഏറ്റുപറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആ ദൗർബല്യങ്ങൾ സംഘടനാ രംഗത്ത് പരിഹരിച്ചുകൊണ്ട് ഞങ്ങൾ ബൂത്ത് തലത്തിൽ, മണ്ഡലാടിസ്ഥാനത്തിൽ മാത്രമല്ല ബൂത്ത് തലങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് പ്രവർത്തിക്കുകയാണ്. ജനങ്ങളെ ഞങ്ങൾ സജ്ജീകരിക്കുകയാണ്. അവരിന്ന് അനുഭവിക്കുന്ന അവകാശങ്ങളും ക്ഷേമ വികസന പദ്ധതികളും ഒക്കെ സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷം വരണം. UDF അധികാരത്തിൽ വന്നാൽ കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയതുപോലെ കേരളം നേടിയെടുത്ത സമസ്ത നേട്ടങ്ങളെയും സമസ്ത അവകാശങ്ങളെയും ആനുകൂല്യങ്ങളെയും ഇല്ലാതാക്കും. കാരണം അവരുടെ നയം, അവരുടെ സൈദ്ധാന്തിക അടിത്തറ നിയോ ലിബറലിസത്തിൻ്റെതാണ്. സ്റ്റേറ്റ് എല്ലാവരിൽ നിന്നും പിന്താങ്ങണമെന്നും സ്റ്റേറ്റിന് പകരം സ്വകാര്യ മേഖല വരണമെന്നും സ്റ്റേറ്റ് ഫെസിലിറ്റേറ്റർ മാത്രമായാൽ മതി. ആരോഗ്യരംഗത്ത് KKR ഗ്രൂപ്പ് വരും, ബ്ലാക്ക് സ്റ്റോൺ വരും. വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കെട്ടിടമുണ്ടാക്കി 10 വർഷക്കാലമായി ഇടതുപക്ഷം NOC കൊടുക്കാത്തതിൽ വലിയ പ്രകോപിതരായിട്ട് നടക്കുന്ന ബിസിനസ്സുകാരുണ്ട് ഇവിടെ. ആ ബിസിനസ്സുകാരുടെ നാക്കാണ് KM ഷാജി ഇവിടെ ഖത്തറിലെ KMCC യോഗത്തിൽ നമ്മൾ കേട്ടത്. അവരൊക്കെ ഇടതുപക്ഷത്തെ തകർത്ത് എങ്ങനെയെങ്കിലും അധികാരം പിടിച്ച് ഈ ചക്കരക്കുടത്തിൽ കൈയിട്ട് വരാൻ കാത്തിരിക്കുകയാണ്. ഈ കാര്യം ഞങ്ങൾ ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ് മാധു. ജനങ്ങളെ വീടാന്തരം കയറി ഞങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ്. ഞങ്ങൾക്കറിയാം സാമുദായിക നേതാക്കളും ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചത് അങ്ങ് കേട്ടിട്ടുണ്ടാകുമല്ലോ. നമുക്ക് പെട്ടെന്ന് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങനെ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ സമസ്ത മേഖലകളിലും കേരളത്തിന് തിരിച്ചു നടക്കേണ്ടി വരും. ഓർമ്മയുണ്ടല്ലോ, ഇരുണ്ട കാലം എന്നുള്ളതായിരുന്നു വലിയ പ്രചാരണം. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സതീശൻ പറയുന്ന നുണകൾ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ഒരു വലിയ സൈബർ സംവിധാനം ഇപ്പുറത്തുണ്ടായിരുന്നു. ഇതിനൊക്കെ മറുപടി പറയാനുള്ളൊരു സമയം പോലും കിട്ടാത്ത ചുരുങ്ങിയ സമയം, 25 ദിവസം കഷ്ടിയാണ്. മാധവ്, അങ്ങനെ ഒരു പ്രയാസം ഞങ്ങൾക്കില്ല. ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി പറയുന്ന മുദ്രാവാക്യങ്ങൾ, പ്രചരണ വാചകങ്ങൾ തന്നെ ആവർത്തിക്കേണ്ട സമയം ഞങ്ങൾക്കുള്ളൂ. അത് ധാരാളം ഞങ്ങൾക്ക്. ആരും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം നോക്കുമ്പോൾ അതിനിടയിൽ ഈസ്റ്റർ ഉണ്ട്, ദുഃഖവെള്ളിയുണ്ട്, പെസഹ വ്യാഴമുണ്ട്, വിഷു ഉണ്ട്, പെരുന്നാളുണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. കുറേ ദിവസം അങ്ങനെ നഷ്ടപ്പെടുമെങ്കിലും ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇത് പ്രഖ്യാപിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും CPM ഇത് നേരത്തെ അറിഞ്ഞിരുന്നു. എത്ര എളുപ്പത്തിൽ അവർ സീറ്റ് പ്രഖ്യാപിക്കുന്നു, ജാഥ നടത്തുന്നു, ഇതൊക്കെ നടത്തുന്നു. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. CJP ആകുമ്പോൾ അത്തരത്തിലുള്ള ചില മുന്നണി സൗകര്യമൊക്കെ അവർക്ക് കിട്ടും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെതിരെ ഞങ്ങൾ 10 കൊല്ലം മുമ്പ് നടത്തിയത് ഇരുട്ടുള്ള കാലമായിരുന്നു. VD സതീശൻ നുണ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തിയ ആളുകൾ, ഇവരുടെ PR നേതാവൊക്കെ ഇപ്പൊ എവിടെയുണ്ട്? അതിനകത്ത് വലിയ പൊട്ടിത്തെറിയായിരുന്നു അതിനുശേഷം. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ കുഞ്ഞിക്കണ്ണൻ മാഷ് പറഞ്ഞ പോലെ എന്താ അദ്ദേഹം പറഞ്ഞ നിയോ ലിബറൽ പോളിസിയാണ് കോൺഗ്രസിന്റെ എന്ന്. എടുത്താൽ പൊങ്ങാത്ത വാക്കുകളൊന്നും പറയണ്ട, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനങ്ങൾ ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, ജനങ്ങളുടെ അവകാശമാണ്. ഞാൻ താങ്കൾ പറഞ്ഞ വാചകത്തെ 100% പിന്തുണയ്ക്കുന്നു. പക്ഷെ ക്ഷേമ പെൻഷൻ 6 മാസം കുടിശ്ശികയായപ്പോൾ ഹൈക്കോടതിയിൽ പോയി അത് മുറയിൽ തെറ്റാതെ കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ സർക്കാരിന്റെ വക്കീല് ഹൈക്കോടതിയിൽ പറഞ്ഞത് ക്ഷേമ പെൻഷൻ സാധാരണക്കാരുടെ അവകാശമല്ല, സർക്കാരിന്റെ ഔദാര്യമാണ്. സമാനമായ വാക്കുകൾ പിന്നെ നമ്മൾ കേട്ടു. എപ്പോഴാ സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA 286 മാസം കുടിശ്ശികയായപ്പോൾ ഞങ്ങളുടെ ഔദാര്യമാണെന്ന് സർക്കാർ വക്കീലാണല്ലോ പറയുന്നത്. സർക്കാർ വക്കീൽ പിന്നെ എന്തിനാണ് പറയുന്നത്? ഇവര് തിരുത്തിയിട്ടുണ്ടോ അങ്ങനെയല്ല സംഭവിച്ചതെന്ന്? പിന്നെ അവകാശമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവകാശമാണെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ ഔദാര്യമാണെന്ന് പറഞ്ഞിട്ടില്ല. കുടിശ്ശിക
പിന്നെ എന്താണ് പറഞ്ഞ മാധു പറഞ്ഞു? അല്ല, ഔദാര്യം എന്ന വാക്ക് പറഞ്ഞിട്ടില്ല. അവകാശമല്ല എന്നൊരു അവകാശമല്ല എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിലും ഔദാര്യമാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഔദാര്യമല്ലെങ്കിൽ, അവകാശമല്ലെങ്കിൽ പിന്നെ ഇവര് ബക്കറ്റ് പിരിവെടുക്കുന്ന പണത്തിൽ നിന്നാണോ ഈ DA കൊടുക്കാൻ പോകുന്നത്, പെൻഷൻ കൊടുക്കാൻ പോകുന്നത്? പിന്നെ എന്താണ്? സാധാരണക്കാരുടെ അവകാശമല്ലേ പെൻഷൻ? സാധാരണക്കാരായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവകാശമല്ലേ DA 286 മാസത്തെ കൂടി ചെയ്യാം? അത് രണ്ടും അവകാശമല്ലേ? സംശയവുമില്ല. നമ്മൾ പതിറ്റാണ്ടുകളായി ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം തന്നെയാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും ഡോക്ടർ ജിൻഡോ ജോൺ ചോദിക്കേണ്ടത് സർക്കാർ അവകാശമല്ല എന്ന് പറഞ്ഞു, പിന്നെന്താ ഔദാര്യമാണോ എന്ന് ചോദിക്കുന്നതും സർക്കാർ അവകാശമല്ല ഔദാര്യമാണെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് രണ്ടാണ്. നമ്മൾ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പറയേണ്ട എന്റെ ചുമതലയാണ്. അങ്ങേക്ക് തുടരാം. അപ്പൊ മാധു, ഞാൻ പറഞ്ഞ വാക്കിന്റെ ക്രമീകരണത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ? നിങ്ങൾ എന്നോട് ക്ഷമിക്കും, ഞാൻ തിരിച്ചു പറയാം. ഇത് സാധാരണക്കാരുടെ അവകാശമാണെന്ന് കുഞ്ഞിക്കണ്ണൻ സമ്മതിച്ചു തരുന്നുണ്ടോ? എങ്കിൽ സർക്കാർ പറയണം ഇത് അവകാശമല്ല എന്ന് കേരള ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് തിരുത്താൻ തയ്യാറാണോ? സർക്കാർ വക്കീൽ പറഞ്ഞ ന്യായവാദങ്ങൾ തെറ്റാണെന്ന് പറയാൻ തയ്യാറാണോ? ഇപ്പോഴെങ്കിലും നിങ്ങൾ സമ്മതിക്കോ ക്ഷേമ പെൻഷൻ സാധാരണക്കാരുടെ അവകാശമാണ്, DA 286 മാസത്തെ DA കുടിശ്ശിക സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥരുടെ അവകാശമാണ്? നിങ്ങൾ സമ്മതിക്കോ? ക്ഷേമനിധികൾ 18, 19, 21, 22 മാസമായിട്ടുള്ള വിവിധ ക്ഷേമനിധികൾ കുടിശ്ശികയാണ്, അത് സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളുടെ അവകാശമാണ്. ഈ സർക്കാർ സമ്മതിക്കുമോ? എന്നിട്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഇത് കുടിശ്ശിക വരികയും കൊടുക്കാതിരിക്കുകയും ചെയ്തത്? അപ്പോൾ സർക്കാരിന്റെ ഔദാര്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ മതിയോ മാധു? ചോദ്യം അദ്ദേഹം മറുപടി പറയട്ടെ, കാരണം അദ്ദേഹം അത് പറഞ്ഞല്ലേ. ഡോക്ടർ ജിൻഡോ ജോൺ പറയുന്നില്ല, ഞാൻ കേട്ടില്ല. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് മാധു പൊക്കോ. ഇവിടെ വിദേശ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നു, ആരോഗ്യ രംഗത്ത് ബ്ലാക്ക് സ്റ്റോണോ മറ്റാരൊക്കെ വരുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വിദേശ യൂണിവേഴ്സിറ്റികളെയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളെയും ചുമപ്പ് പരവതാനി തിരിച്ച് സ്വീകരിക്കുമെന്ന് പറഞ്ഞ വിജ്ഞാനോദയ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞ് ബജറ്റ് അവതരിപ്പിച്ച സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ, അല്ലേ? ഇത് നമ്മൾ മറക്കാൻ പാടുണ്ടോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ സ്വകാര്യ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, ആരോഗ്യ സ്ഥാപനങ്ങൾ ഇല്ലെങ്കിൽ ഇടിഞ്ഞു വീഴുന്ന ആശുപത്രികളോട് മാത്രം കേരളത്തിലെ ആരോഗ്യ രംഗത്തെ എല്ലാ കാര്യങ്ങളും നടക്കുമോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവര് സ്പ്രിംഗ്ലർ ഡാറ്റ, ആരോഗ്യ ഡാറ്റ വിദേശ സംവിധാനങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ വെച്ച ഒരു സർക്കാർ കേരളത്തിൽ പറയാണ് വിദേശ സംവിധാനങ്ങൾ ഞങ്ങളിവിടെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? തരാതരം പോലെ തെരഞ്ഞെടുപ്പാകുമ്പോൾ മാറ്റി പറഞ്ഞുകൂടാ. ഓക്കെ, കേട്ടി, എനിക്ക് മറ്റതിഥികളേക്കാണ് ഞാൻ പോകേണ്ടത്. കേട്ടി അവകാശമാണെന്ന് പറഞ്ഞപ്പോൾ കോടതിയിൽ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു ഡോക്ടർ ജിൻഡോ ജോൺ. ചുരുങ്ങിയ വാക്കിൽ പറയണേ, അങ്ങയുടെ അവസരമല്ല, എനിക്ക് മറ്റതിഥികളിലേക്ക് പോകണം. ഇടതുപക്ഷത്തിന്റെ ഈ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ അവകാശമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്? ഏതെങ്കിലും ഒരു അവിടെബിറ്റിൽ തെറ്റായ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്, അത് ഇടതുപക്ഷത്തിന്റെ നയമാണ്. ആ അവിടെബിറ്റ് സർക്കാർ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 2003 ശ്രീമാൻ AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ജനുവരി 16 ഒരു ഉത്തരവുണ്ട്. മാധുവിന് ഓർമ്മയുണ്ടാവും. ആ ജനുവരി 16 ഉത്തരവിൽ എന്താ പറഞ്ഞത്? സർക്കാർ ജീവനക്കാരുടെ DA ഉൾപ്പെടെയുള്ള എല്ലാം അവകാശമല്ല, പാവപ്പെട്ടവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ ഇതെല്ലാം വെട്ടിക്കുറക്കണമെന്ന് ഉത്തരവിറക്കിയ ആളുകളാണ്. ഇവിടുത്തെ കോൺഗ്രസ് സർവീസ് സംഘടന ഉൾപ്പെടെ എല്ലാ സർവീസ് സംഘടനകളും മാസങ്ങളോളം AK ആന്റണിയുടെ ADB നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള ഈ നിലപാടിനെതിരെ, ഈ ജനുവരി 16 ഉത്തരവിനായിട്ട് കേരളത്തിൽ സമരം നടത്തിയ ഒരു ചരിത്രം ജിൻഡോ ജോണിനെ പോലുള്ള സുഹൃത്തുക്കൾ ഓർമ്മിക്കണം. ചരിത്രത്തിൽ രണ്ടുപേരും പിന്നോട്ടല്ല. അവകാശവും ഔദാര്യവും ഒക്കെ മാറി മാറി വരും. അവകാശം ഈ സർക്കാർ ഈ നമ്മൾ വോട്ട് ചെയ്ത് സർക്കാരിന് ഉണ്ടാക്കുന്ന പോലെ തന്നെ സർക്കാരിനെ പ്രവർത്തിപ്പിക്കുന്നതും അതും നമ്മൾ തന്നെയാണ്. നമ്മൾ നൽകുന്ന നികുതിദായകരാണ്. ഒരു ആധുനിക സിവിൽ സമൂഹത്തിലെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നികുതിദായകരുടെയും സമ്മതിദായകരുടെയും ഒരു പിന്തുണയോടുകൂടിയാണ് നിലനിൽക്കുന്നത്. അതൊക്കെ പെർസെപ്ഷൻ ആണ്, അത് പ്രാവർത്തികമാകുന്നുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ എല്ലാ അതിഥികളിലേക്കും തിരികെ വരാം. ഇപ്പോൾ നമ്മളോടൊപ്പം മന്ത്രി MP രാജേഷ് കൂടി തത്സമയം ചേരുകയാണ്. മിനിസ്റ്റർ, സ്വാഗതം ഡിബേറ്റ് വിത്ത് മധു സജിയിലേക്ക്. തിരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ദിവസം, പ്രഖ്യാപിച്ചതിന്റെ ആദ്യ ദിവസം വലിയ പ്രചാരണ ഘോഷയാത്രകൾ കാണുകയാണ് കേരളം. എന്താണ് പ്രതീക്ഷ? കേരളം മൂന്നാമതും തുടരുമോ LDF? തീർച്ചയായിട്ടും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരണമെന്ന് LDF-നെ പരമ്പരാഗതമായി പിന്തുണയ്ക്കാത്ത ആളുകൾ പോലും ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുകയും പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയും നടപ്പാക്കുകയും ചെയ്യാനുള്ള നിർബന്ധ ബുദ്ധിയും നിഷ്കർഷയുമുള്ള ഒരു സർക്കാരാണ്
എന്ന് കഴിഞ്ഞ 10 വർഷത്തെ അനുഭവത്തിൽ നിന്ന് മലയാളികൾ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുള്ളവർ പോലും ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യക്ഷമതയും കാര്യശേഷിയും അംഗീകരിക്കുന്നതാണ്. നോക്കൂ, ഇപ്പോൾ 2018 മഹാപ്രളയത്തിൻ്റെ കാലത്ത് ഈ സർക്കാർ അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ആ പ്രളയത്തെ നേരിടാൻ അതിനുശേഷമുള്ള പുനർനിർമ്മാണം ഇതൊക്കെ ഈ നിലയിൽ സാധ്യമാകുമായിരുന്നു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഈ സർക്കാർ അല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? കഴിഞ്ഞ 5 വർഷം കേന്ദ്ര ഗവൺമെൻറ് സമാനതകളില്ലാത്ത ആക്രമണം, കേരളത്തിനെതിരെ സാമ്പത്തികമായൊരു ആക്രമണം നടത്തിയ സമയത്ത് നികുതി വിഹിതം വെട്ടിക്കുറച്ചും അതുപോലെ തന്നെ നൽകാനുള്ള പണം നൽകാതെയും സുപ്രീം കോടതി വരെ കേസ് നടത്തേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായൊരു കാലത്ത് ഈ ഗവൺമെൻറ് അല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇവിടെ പലരും പ്രവചിച്ചതോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ, കേരളം ശ്രീലങ്കയാവും, കേരളം കടക്കണിയിൽപ്പെട്ട് തുലഞ്ഞു പോകും എന്നൊക്കെ ശപിച്ചവരുണ്ട്. ശമ്പളം മുടങ്ങും, പെൻഷൻ മുടങ്ങും എന്നൊക്കെ സ്വപ്നം കണ്ടവരുണ്ട്. എന്നാൽ ഇതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇത്ര വലിയ സാമ്പത്തികമായിട്ടുള്ള ഉപരോധം കേരളത്തിന് മേൽ ഏർപ്പെടുത്തിയിട്ടും കണ്ണിൽ ചോരയില്ലാത്തൊരു സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചിട്ടും ഒരു ദിവസം പോലും ട്രഷറി അടഞ്ഞു കിടന്നില്ല. UDF എന്നാൽ ഇരുണ്ട കാലത്തിലേക്ക് മടങ്ങി പോകുമെന്നൊരു ഭയപ്പെടുത്തൽ കൂടിയുണ്ടോ ഈ പ്രചാരണങ്ങൾക്കിടയിൽ നടക്കുന്നത്? എന്തുകൊണ്ട് UDF വോട്ട് ചെയ്യരുത് എന്നതാണോ നിങ്ങളുടെ ഈ പ്രചാരണത്തിന്റെ ഒരു മുന? LDF അല്ലെങ്കിൽ ഇതൊന്നും സാധ്യമാകുമായിരുന്നില്ല എന്നതാണ്. ഞങ്ങൾ അങ്ങനെ പറയുമ്പോൾ പലർക്കും UDFന്റെ പഴയ കാലം ഓർമ്മ വരുന്നുവെങ്കിൽ അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല, UDF തന്നെയാണല്ലോ ഉത്തരവാദി. ഇരുണ്ട കാലത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ ജനങ്ങൾക്കുണ്ടാകുന്നുവെങ്കിൽ അതിന് ഞങ്ങളെ പഴിച്ചിട്ട് കാര്യമില്ല. അത് രണ്ടും തമ്മിലുള്ള താരതമ്യം തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തും. അത് ഞങ്ങളുടെ അവകാശമല്ലേ, രണ്ടും തമ്മിലൊരു താരതമ്യം നടത്താൻ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ള അവകാശമല്ലേ. നോക്കൂ, പണ്ടത്തെ സ്ഥിതി ഇതായിരുന്നു. കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നാഷണൽ ഹൈവേ കേരളത്തിൽ ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ നടക്കില്ല എന്ന് ഉറപ്പല്ലേ? മലയോര ഹൈവേയും തീരദേശ ഹൈവേയും സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ലല്ലോ. ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ തദ്ദേശ സേവനങ്ങൾ മുഴുവൻ വിരൽത്തുമ്പിൽ ഒറ്റ ക്ലിക്കിൽ ലഭ്യമാകുമായിരുന്നോ? സ്മാർട്ട് ഉണ്ടാകുമായിരുന്നോ? ഈ ഗവൺമെൻറ് അല്ലായിരുന്നെങ്കിൽ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളം മാറും. ഈ ഗവൺമെൻറ് അല്ലായിരുന്നുവെങ്കിൽ മാലിന്യമുക്ത സംസ്ഥാനമായിട്ട് കേരളം മാറും. ഈ ഗവൺമെൻറ് അല്ലായിരുന്നെങ്കിൽ 5 ലക്ഷം വീട് എന്ന ചരിത്ര നേട്ടം സാധ്യമാകുമായിരുന്നു. ഇത് ഞങ്ങൾ പറയുക എന്നുള്ളത്, ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടല്ലോ. അത് പറയുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ താരതമ്യം ചെയ്യും. ആ താരതമ്യം UDFനെതിരാവും എന്നത് അവരുടെ ചെയ്തികൾ കൊണ്ടുണ്ടായതാണ്. ഒറ്റ ക്വസ്റ്റ്യൻ കൂടി. 25 ദിവസത്തിനകം ദുർഭരണത്തിന് അറുതി വരും എന്നുള്ളതാണ് UDFന്റെ പ്രഖ്യാപനം. എന്താണ് പ്രതിപക്ഷത്തിന്റെ ആ പ്രഖ്യാപനത്തോടുള്ള പ്രതികരണം? ഇരുണ്ട കാലത്തിലേക്ക് തിരിച്ചു പോകാൻ മലയാളികൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. മലയാളികളുടെ ഓർമ്മ അത്ര ചെറുതല്ല. മലയാളികൾക്ക് അവരെല്ലാം ഡിമെൻഷ്യ ബാധിച്ചവരല്ല എന്ന് പ്രതിപക്ഷം ഓർമ്മിക്കണം. പാഠപുസ്തകം ഓണപ്പരീക്ഷയ്ക്ക് പോലും കിട്ടാത്ത കാലം, പവർ കട്ട് സർവ്വസാധാരണമായിരുന്ന കാലം, KSRTC അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയിട്ടുള്ള ഒരു കാലം, തമ്മിലടി ദുർഭരണവും മൂലം ഭരണം സ്തംഭിച്ച ഒരു കാലം ഓർമ്മയുണ്ടല്ലോ. ആ കാലത്തെ വിവാദങ്ങളെല്ലാം എന്തായിരുന്നു അവസ്ഥ എന്നത്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്ന ഒരു കാലം, അഴിമതി ആരോപണങ്ങൾ ഉണ്ടായ ഒരു കാലം. ആ കാലം ആളുകൾ മറന്നുപോയിട്ടില്ല എന്ന് ഓർമ്മിക്കണം. ജനങ്ങളെ പരിഹസിക്കരുത്. ദുർഭരണമെന്ന് ഇപ്പോൾ വിശേഷിപ്പിക്കുമ്പോൾ ജനങ്ങളെ പരിഹസിക്കരുത്, ജനങ്ങളുടെ ഓർമ്മയെ പരീക്ഷിക്കരുത് എന്ന് മാത്രമേ എനിക്ക് അവരോട് പറയാനുള്ളൂ. ഓക്കെ, വളരെയധികം നന്ദി മിനിസ്റ്റർ ഞങ്ങളോട് സംസാരിച്ചതിന്. പ്രത്യേകിച്ചും അങ്ങ് സ്ഥാനാർത്ഥി കൂടിയാണ്, മാത്രമല്ല വലിയ ചുമതലകളുണ്ട്. അപ്പോൾ ഈ തിരക്കിനിടയിൽ വന്നത് വളരെയധികം നന്ദി. MP രാജേഷാണ് നമ്മളോട് സംസാരിച്ചത്. നമ്മൾ വീണ്ടും അതിഥികളിലേക്ക് പോവുകയാണ്. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക് AK രാജ്, പരമ്പരാഗതമായതൊരു ഇടത് കോൺഗ്രസ് പോരാട്ടം നടക്കുന്ന ഇടമാണ്. കഴിഞ്ഞ 1-2 തിരഞ്ഞെടുപ്പായി BJP സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. വോട്ട് ശതമാനം വർദ്ധിക്കുന്നുണ്ട്. കാരണം ഒരു ബേസ് ഉണ്ടാക്കാൻ കഴിയുന്ന പരുവത്തിലേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ സാന്നിധ്യം. പക്ഷെ അതിൽ കുറവും വരികയാണ്. ഇത്തവണ നിങ്ങൾ ഉണ്ടാകും, നിങ്ങൾ മണ്ഡലങ്ങൾ പിടിക്കും എന്നതിനെ ലെഫ്റ്റോ കോൺഗ്രസോ കാര്യമായി കണക്കിലെടുക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, ലെഫ്റ്റോ കോൺഗ്രസോ ഒക്കെ കാര്യമായിട്ട് എടുക്കുന്നുണ്ട്, പക്ഷേ അങ്ങനെ പറയുന്നില്ല എന്നല്ലേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ അവരുടെ സ്പേസ് ആണല്ലോ പോകുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ഒരു തന്ത്രപരമായ മൗനമാണ്, അങ്ങനെ അതിനെ കാണേണ്ടതുള്ളൂ. പക്ഷേ അതേസമയം ഈ പറഞ്ഞതുപോലെ വോട്ടിംഗ് പാറ്റേണിൽ അത് നിഴലിക്കും.
എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതൊരു മുന്നണി എന്ന നിലയിൽ BJP NDA എന്നുള്ള നിലയിലേക്ക് മുന്നണിയെ വികസിപ്പിക്കുന്നതിന് അതിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വികസന പദ്ധതികൾ കേന്ദ്ര സർക്കാർ വളരെ ഗൗരവമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനം കാണാനുണ്ട്. ജനങ്ങളിൽ നിന്ന് അതിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പോലുള്ള പ്രതിമാസ പ്രഭാഷണങ്ങളിലൊക്കെ കേരളത്തിലെ വിഷയങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അതിനോടുള്ള പ്രതികരണം മാധ്യമങ്ങളിലൂടെ തന്നെ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് വികസനം എന്ന വലിയ മുദ്രാവാക്യമാണ് BJP ഉയർത്തി കാണിക്കുന്നത്. നേരത്തെ ഈ ചർച്ചയിൽ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു BJPയുടെ പോസ്റ്ററുകൾ വരുന്നു. ആ പോസ്റ്ററുകളിലെല്ലാം വികസിത കേരളം എന്ന ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പൊ കേരള ഒരു പ്രഖ്യാപനത്തിലാണ് നിൽക്കുന്നത്. ഉണ്ടല്ലോ, ആര് പറഞ്ഞു ബജറ്റിലില്ല? ബജറ്റിൽ കേരളത്തിന് വേണ്ടിയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ പറയും. ബജറ്റിലില്ല. കഴിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് ഇതെന്താ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പരിസ്ഥിതിയെ കുറിച്ചൊക്കെ ഗൗരവത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ആമ സംരക്ഷണത്തിന്റെ പദ്ധതി കൊണ്ടുവന്നത് പരിഹാസമാണ്. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് റെയിൽവേ കൊണ്ടുവന്ന്, നേരത്തെ നമുക്കറിയാം മുൻകാലങ്ങൾക്ക് റെയിൽവേ സെപ്പറേറ്റ് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സെപ്പറേറ്റ് ബഡ്ജറ്റ് ഇല്ല. ഈ പൊതു ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം വികസിപ്പിക്കുന്നു. കേരളത്തിൽ വലിയ NH ഉണ്ടാക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ തുറമുഖങ്ങൾ ഉണ്ടാകുന്നു, കൂടുതൽ തുറമുഖങ്ങൾ വികസിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ നമ്മുടെ റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വികസന പദ്ധതി വരുന്നു. അങ്ങനെ എന്തെന്ത് വികസന പദ്ധതികൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും പറഞ്ഞെന്താണ്, നരേന്ദ്രമോദിയും എറണാകുളത്ത് വന്നപ്പോൾ നേരത്തെ പ്രഖ്യാപനമൊന്നും നടത്തിയില്ല എന്ന് മാധു പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് ചർച്ച വേറൊരു ദിശയിലേക്ക് പോയതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇരട്ട എഞ്ചിൻ സർക്കാരായിട്ട് പ്രവർത്തിക്കും, കേന്ദ്രത്തിലും കേരളത്തിലും NDA സർക്കാർ വന്നാൽ ഒരേ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചില സംസ്ഥാനങ്ങളിലെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ വികസനത്തിൽ ഉണ്ടാകുന്ന കേന്ദ്ര പദ്ധതികളുമായിട്ട് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമുക്കറിയാം. PM ശ്രീ പോലുള്ള പദ്ധതികളിൽ ഇവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ കക്ഷികൾ പറയാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടിയതെങ്കിൽ ശരി. പക്ഷെ നോക്കൂ, ബജറ്റിൽ ആമ വികസനം എന്നാണ് അങ്ങേക്ക് ആദ്യം പറയുന്നത്. നമ്മൾ എയിംസ് പ്രതീക്ഷിച്ചിരിക്കുന്നു, നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നോക്കൂ. ഇപ്പൊ ഇരട്ട എഞ്ചിനുള്ള സംസ്ഥാനം ബീഹാറും ഉത്തർപ്രദേശും 1.5 ലക്ഷം കോടിയുടെ ബജറ്റ് അലോക്കേഷനിലെ ഡിഫറൻസ് ആണ് കേരളവുമായിട്ടുള്ളത്. 1.5 ലക്ഷം കോടി ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്ന നികുതി വിഹിതം എന്ന് പറയുന്നത് ഈ രണ്ട് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലാണ്. അങ്ങേക്ക് അറിയാവുന്നതാണ്, ഞാൻ പറയണ്ടല്ലോ. അല്ല, നമ്മൾ ഇപ്പം ഒരു വർഷത്തെ ബഡ്ജറ്റിൽ ഒരു സംസ്ഥാനത്തിന് എന്തുകൊണ്ട് കൂടുതൽ അലോക്കേഷൻ കൊടുത്തു, എന്തുകൊണ്ട് കുറഞ്ഞു എന്നൊക്കെ നമ്മൾ പഠിക്കുമ്പം വളരെ ഗൗരവമായിട്ട് പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ മാധു പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഈ നമ്മുടെ അങ്ങോട്ടേക്കുള്ള പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്കും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കേന്ദ്ര സർക്കാർ കൊടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ പ്രാദേശികമായ സാന്നിധ്യം മാത്രമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇതിനെ വിലയിരുത്തുകയാണ്. അപ്പോൾ ദേശീയ തലത്തിലുള്ള ഒരു പാർട്ടിക്ക് അങ്ങനെ പറ്റില്ല, BJPക്ക് അങ്ങനെ പറ്റില്ല. BJPക്ക് കേരളം മാത്രം ആലോചിച്ച് നടക്കില്ല, സമഗ്രമായിട്ട് ഇന്ത്യ കൊടുക്കുന്നു. നമുക്ക് പ്രളയം ഉണ്ടാകുമ്പോൾ നമുക്ക് പണം തരുന്നില്ല, നമുക്ക് ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നില്ല. കേരളത്തെ കുറിച്ച് ചിന്തിക്കില്ലേ BJP ചിന്തിച്ചില്ലെങ്കിലും? ഞാൻ പറയാം, ഞാൻ അതിലേക്കൊക്കെ വരാം. ഞാൻ മുൻപ് നേരത്തെ പറഞ്ഞൊരാശയം ഒന്ന് പൂർത്തിയാക്കട്ടെ. നമ്മുടെ NH വികസനം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഇത് മുംബൈ കന്യാകുമാരി കോറിഡോറാണ്. അപ്പോൾ അതിനകത്ത് കേരളവും കൂടെ വരുന്നു. അപ്പോൾ പക്ഷേ കേരളം മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, പക്ഷേ കേരളത്തിന് ആ വികസനത്തിന് നേട്ടം കിട്ടുന്നുണ്ട്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന് മാത്രമാണ് ഗുണം അല്ല, ഇന്ത്യക്ക് ഒന്നാകെ ഗുണമുണ്ട്. കൂട്ടത്തിൽ കേരളമുണ്ട്. നമ്മുടെ വിമാനത്താവളം, കണ്ണൂർ വിമാനത്താവളം വികസിപ്പിക്കുന്നു. അപ്പോൾ കണ്ണൂർ വിമാനത്താവളം കൊണ്ട് കണ്ണൂരുകാർക്ക് മാത്രമാണ് ഗുണം അല്ല, കണ്ണൂരിൽ നിന്ന് ഡൽഹിക്ക് പോകാം, കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂരിന് പോകാം, കോയമ്പത്തൂരുകാർക്ക് കണ്ണൂരേക്കും വരാം, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്നുള്ളവർക്ക് വരാം. അപ്പോൾ ആ രീതിയിലുള്ള സമഗ്ര പദ്ധതിയാണ്. റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മൊത്തമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ വികസിപ്പിക്കപ്പെടണം. അതോടൊപ്പം കേരളത്തിലും ഇപ്പോൾ പുതിയ ട്രെയിനുകൾ വരുന്നു, വന്ദേ ഭാരത് ഇവിടെ വരണം, അമൃത ഭാരത് ഇവിടെ വരണം, മറ്റു സംസ്ഥാനങ്ങളിൽ വരണം. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. വളരെ കൃത്യമായിട്ടൊക്കെ നമ്മൾ ഇത്തരം ന്യൂനതകളുണ്ടെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് അതിനെ അവതരിപ്പിച്ചിട്ട് അത് നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. നമുക്കുള്ള സാഹചര്യം എന്താണ്, നമ്മുടെ MP-മാർക്ക് തന്നെ ലോക്സഭയിൽ നിൽക്കാൻ താല്പര്യമില്ല, അവർക്ക് നിയമസഭയിലേക്ക് വരാനാണ് ആഗ്രഹം എന്ന് പറയുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ആവശ്യം ഇനി എന്തെങ്കിലും ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മൾ ഒരു തർക്കത്തിലേക്കാണ്. ഇപ്പം ഇന്നലെ തന്നെ പാർലമെന്റിലുണ്ടായ അശ്വിനി വൈഷ്ണവിന്റെ ഒരു മറുപടിയുണ്ട്. അതായത് നമുക്ക് പലപ്പോഴും ഇവിടുന്ന് സഹകരണം കിട്ടാത്തത് കൊണ്ടാണ് പദ്ധതികൾ മുന്നോട്ട് പോകാത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതൊരു തർക്കത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയല്ല ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറയുന്നത് ഇതിനെ സൃഷ്ടിപരമായിട്ട് മാറ്റാൻ കേരളത്തിലും കേന്ദ്രത്തിലും NDA സർക്കാർ ഉണ്ടായാൽ സാധിക്കും എന്നുള്ള സന്ദേശം കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസത്തെ എറണാകുളത്തെ റാലിയിൽ സമൂഹത്തോടുള്ള വെല്ലുവിളിയല്ലേ. ഇപ്പോ മുമ്പ് ജോർജ് കുര്യൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇവിടെ എല്ലാം ഉണ്ടല്ലോ, പിന്നെന്തിനാ ഇവിടെ ഇല്ല എന്ന് പറയൂ. അതായത് ഞങ്ങൾ ദരിദ്ര നാരായണന്മാരാണ് എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ബജറ്റിൽ എന്തെങ്കിലും കിട്ടുള്ളൂ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? അഭിമാനമുള്ള ജനതയാണ് കേരളത്തിലേത്.
അല്ല, അതൊക്കെ ഒരു വേറൊരു വിഷയമാണ്. അതായത് ഏതെങ്കിലും കോണ്ടെക്സ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു പ്രസ്താവനകൾക്ക് കോണ്ടെക്സ്റ്റും അല്ല, മറുപടി ബജറ്റ് നടത്തില്ല. ഞാൻ പറയുന്നത് വെച്ചാൽ വിഹിതത്തിൽ കുറവുണ്ടല്ലോ എന്ന അർഹമായ ചോദ്യത്തിനുള്ള വിഹിതം മറുപടിയാണ്, വേറെ കോണ്ടെക്സ്റ്റ് ഒന്നുമല്ല. ബജറ്റ് വിഹിതത്തിൽ കേരളത്തിന് പ്രധാനപ്പെട്ട പദ്ധതികളില്ല, കേരളത്തിന് അല്ല, ഞാൻ അലോക്കേഷൻ പറയുന്നത് കുറവാണ് എന്നുള്ളതാണ്, വേറെ കോണ്ടെക്സ്റ്റ് ഒന്നുമല്ല. ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ഇപ്പോൾ കുറേ ആയല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ ചർച്ചകളൊക്കെ കുറേ നടന്നിട്ടുണ്ടാവുമല്ലോ. ഇനിയും അതിനെ നമ്മൾ തർക്കത്തിലേക്ക് കൊണ്ടുപോവുകയാണോ വേണ്ടത്, അല്ല ഇതിനെ ഗൗരവമായിട്ട് കാണുകയാണോ വേണ്ടത്? അതായത് കേന്ദ്ര വിഹിതം എന്നത് കേന്ദ്രത്തിൽ ഏത് സർക്കാർ ഇരിക്കുമ്പോഴും, അത് അവിടെ NDA സർക്കാരും ഇവിടെ LDF സർക്കാരോ അല്ലെങ്കിൽ തിരിച്ചോ ഒക്കെ ഏത് തരത്തിലോ ആകട്ടെ, ഏത് തരത്തിലായാലും കേന്ദ്ര വിഹിതം അർഹമായിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഭിക്കേണ്ടതാണ്. അത് കേരളവും അതുപോലെ തന്നെ ഒരു സംസ്ഥാനമാണ്, അപ്പോൾ സ്വാഭാവികമായിട്ടും ലഭിക്കേണ്ടതാണ്. പക്ഷേ അതിനുള്ള ഒരു സൃഷ്ടിപരമായ സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്തത്. നിർഭാഗ്യവശാൽ ഇല്ല എന്നാണ് എന്റെ നിരീക്ഷണം. അത് മാറ്റാൻ സാധിക്കും NDA ഗവൺമെന്റ് വന്നാൽ എന്ന ആശയമാണ് NDA മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് വികസിത കേരളം എന്ന ആശയത്തിലേക്ക് NDA അല്ലെങ്കിൽ BJP ആ ആശയത്തെ ഉയർത്തിക്കാണിക്കുന്നത്. കേന്ദ്ര സർക്കാരിനോട് നമ്മുടെ അവകാശമല്ലേ എന്ന് ചോദിച്ചിട്ട് കമാ എന്നൊരു അക്ഷരം മിണ്ടുന്നുമില്ല. അതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ജേക്കബ് ജോർജ്, ഇവിടെ എപ്പോഴും ചർച്ചയാകുന്നത് വികസനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പം റിപ്പോർട്ടിന്റെ സർവേ വന്നു, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കേരളത്തിലെ വോട്ടർമാർ പരിഗണിക്കുന്നത്, ഏതാണ്ട് 30% ആളുകൾ പരിഗണിക്കുന്നത് വികസനം എന്നൊരൊറ്റ കാര്യം തന്നെയാണ്. ശേഷം ക്ഷേമ പെൻഷൻ എന്നൊരു വിഷയമാണ് പരിഗണിക്കുന്നത്. സ്വാഭാവികമായും വികസനത്തിൽ ഊന്നിയുള്ള ഒരു പ്രചാരണമാണ് വിവാദങ്ങൾക്കപ്പുറത്ത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നതും ഇനി നടക്കാൻ പോകുന്നതുമെങ്കിൽ അത് അനുകൂലമാകുന്നത് ആർക്കാണ്? രണ്ടുപേർക്കും അവകാശവാദങ്ങളുണ്ട് കേട്ടോ. അല്ല, തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് മുന്നോട്ട് വയ്ക്കാൻ ഉണ്ടാവുക കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങളാണ്. തുടർച്ചയായ ഒരു ദശകക്കാലം ഭരണത്തിലിരുന്ന ഒരു പാർട്ടി നേടിയ നേട്ടങ്ങൾ. അതിന്റെ നേതാവ് പിണറായി വിജയൻ എന്ന കരുത്തനായ ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കുന്നതിൽ എനിക്ക് രണ്ടഭിപ്രായം എനിക്കില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ വലിയ വലിയ നേട്ടങ്ങളാണ്. ഏറ്റവും ഒരു ചെറിയ ഉദാഹരണം, മുണ്ടക്കൈ ചൂരൽമല വയനാട് ദുരന്തം നേരിട്ടവർക്ക് കൊടുത്ത വീടുകൾ BJP നേതൃത്വം തിരിഞ്ഞു നോക്കിയില്ലല്ലോ മാധു. നമുക്കൊക്കെ അറിയാമല്ലോ BJP നേതൃത്വത്തിന് അവരൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ ദുരന്ത പ്രദേശങ്ങളിൽ ദുരന്ത മുഖത്തൊക്കെ ചെലവാക്കുന്ന തുകയുടെ ഒരു ചെറിയ അംശമെങ്കിലും അവിടുത്തെ പാവപ്പെട്ട കൊടുക്കാമായിരുന്നു. കുറഞ്ഞ പക്ഷം അവിടെ കേന്ദ്ര നേതൃത്വം മാത്രമല്ല ജേക്കബ് ജോർജ്, ഇവിടെയുള്ള നേതാക്കൾക്ക് പോലും അത് നമ്മളിപ്പോ അതൊരു വലിയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് അത്ര വ്യാപ്തിയുള്ള ദുരന്തമല്ല എന്ന് പറഞ്ഞവർ ഇവിടെയുള്ളവർ തന്നെയുണ്ട്. ഇവിടെയുണ്ട്. അതാണ് ആ സമയത്താണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്ത് അവിടെ എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുത്ത് അവിടെ വീട് പണി കഴിപ്പിച്ചത്. അറിയാമല്ലോ, ഞാൻ ഈയിടെയൊക്കെ അന്വേഷിച്ചതേ കുറിച്ച് പലരുമായിട്ടും ചർച്ച നടത്തി. ഞാനവിടെ പോയിട്ടില്ല മധു. പക്ഷേ ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് വീട്ടുവസ്തുക്കൾ, നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ വീടുകൾ പണിതിരിക്കുന്നത്. ഒരു ഉദാഹരണം, ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്നത് അറിയാമോ മാധു? ലോകത്തിലെ തന്നെ ഏറ്റവും വിലയുള്ള സെന്റ് ഗോബൈൻ ഗ്ലാസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. സെന്റ് ഗോബൈൻ വലിയ വിലയുള്ളതാണ്, പക്ഷെ അതങ്ങനെ പൊട്ടത്തൊന്നുമില്ല, തട്ടിയാലൊന്നും പൊട്ടത്തില്ല. അങ്ങനത്തെ വസ്തുക്കൾ, അതുപോലെയുള്ള വസ്തുക്കളുണ്ടെല്ലാം. അത് ഞാൻ കേട്ടതേ ഉള്ളൂ. എനിക്ക് ആധികാരികമായിട്ട് എനിക്ക് തോന്നിയ വിവരം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും തെറ്റുണ്ടെങ്കിൽ കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കാം. പക്ഷെ അതുപോലെയുള്ള വീടുകളാണ് അവിടെ പണിതിരിക്കുന്നത്. സമയബന്ധിതമായി തീർത്ത് ഉദ്ഘാടനവും ചെയ്തു. അതൊരു ഭരണാധികാരിയുടെ കഴിവ് തന്നെയാണ്. ആ ഭരണാധികാരി, പിണറായി വിജയൻ എന്ന ഭരണാധികാരി വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അത് വീടുകളുടെ കൈമാറ്റമടക്കം ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അടുത്ത ഓർമ്മകളാണ് എന്നിരിക്കെ അവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇടവേളയെടുക്കാം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട്, ഇന്ന് വൈകുന്നേരം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നതിന് ശേഷം തന്നെ വലിയ തോതിൽ കളത്തിലിറങ്ങുകയാണ്. ശരി, നേരെ ഇറങ്ങി പ്രചാരണത്തിന്റെ ദിവസം വലിയ ആഘോഷമാക്കാൻ LDF-നാണ് കഴിഞ്ഞതെങ്കിലും LDF-ന്റെ അതേ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഇന്നിപ്പോ വൈകുന്നേരം പുറത്തു വന്ന നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന് പറയുന്ന ആ ഒരു ക്യാമ്പയിൻ വേർഡ്സ് അത് കൃത്യമായി എടുത്തുകൊണ്ട് നിങ്ങൾ ഇറങ്ങും ഞങ്ങൾ കയറും എന്നുള്ള തിരിച്ചുള്ള പ്രഹാരം സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുകയാണ് UDF ഹാൻഡിലുകൾ. ദുർഭരണത്തിന് 25 ദിവസത്തിനകം കേരളം അറുതി വരുത്തും എന്നുള്ളതാണ് UDF കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന തിരിച്ചടി. എന്തായാലും വളരെ വിപുലമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം തന്നെയാണ് നമ്മൾ 10-25 ദിവസത്തിനുള്ളിൽ ദൃക്സാക്ഷികളാകാൻ പോകുന്നത് എന്നതിൽ തർക്കവുമില്ല. ശ്രീ KT കുഞ്ഞിക്കണ്ണനിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. KT,
UDF-നെ സംബന്ധിച്ചിടത്തോളം 10 വർഷം അധികാരത്തിന് പുറത്തിരുന്നതിന് ശേഷമുള്ള കാര്യമാണ്. പക്ഷെ നോക്കൂ, തദ്ദേശത്തിൽ LDF വലിയ ആത്മവിശ്വാസത്തിലായിരുന്നില്ലേ? അങ്ങനെ ആയിരുന്നില്ല ജനഹിതം. UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട് എന്നുള്ളതാണ് UDF കേന്ദ്രങ്ങളെ നയിക്കുന്ന വികാരം. ഉണ്ടോ? അങ്ങനെ ഒരു ട്രെൻഡ് ഇപ്പൊ കേരളത്തിൽ നിലനിൽക്കുന്നില്ല. UDF പരമാവധി തുറന്നു കാട്ടപ്പെടുകയാണ് ഓരോ ദിവസം കഴിയുമ്പോൾ. ഇപ്പൊ തന്നെ അവർക്കിടയിൽ നടക്കുന്ന തർക്കങ്ങളും എന്താണ് സ്ഥാനാർത്ഥി കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്തത്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയായ ജിൻഡോ ജോൺ ഒരു ആക്ഷേപകരമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? ഈ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പൊ പ്രഖ്യാപിച്ചപ്പോ തന്നെ CPM-നും ഇടതുപക്ഷത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞത് CJP ആയതുകൊണ്ടാണെന്നാണ്. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ കോൺഗ്രസ്സുകാർക്ക് അല്പം എങ്കിലും അവരുടെ നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞത് BJP-യുടെ സഹായത്തോടു കൂടിയാണ്. കണക്കുകളിലൂടെ അത് പുറത്തു വന്ന കാര്യമാണ്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇപ്പൊ ഒരു പത്രവുമായി നടത്തിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് കഷ്ടിച്ച് ഭരണം പിടിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെ സഹായം കൊണ്ടാണെന്ന്. പല സ്ഥലങ്ങളിലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളം പോലൊരു സമൂഹത്തിനകത്ത് ഇടതുപക്ഷം ചരിത്രപരമായി അങ്ങനെ ഒരു അന്തർധാര ഉണ്ടെങ്കിൽ എന്തിനാണ് അവരത് തുറന്നു പറയുന്നത്? KT, അത്ര നിഷ്കളങ്കരാണോ BJP-ക്കാർ? BJP-യുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ തലത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. കോൺഗ്രസിനകത്ത് അതെന്താ മാധുവിന് മനസ്സിലാക്കാത്തത്? BJP-യുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും CPM-ന് ഈ കമ്മ്യൂണിസ്റ്റുകാരെ കേരളത്തിൽ അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന ജനസംഘത്തെയും BJP-യെയും കടത്തിവിട്ടുന്ന കമ്മ്യൂണിസ്റ്റ് വിരോധമുള്ള കോൺഗ്രസ്സുകാരുണ്ട്. മലപ്പുറം ജില്ല രൂപീകരണം ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെന്റുകൾ കേരളത്തിൽ നടത്തിയ ഇടപെടലുകളോട് സംഘപരിവാറിനൊപ്പം നിന്നുകൊണ്ട് എന്താണ് കമ്മ്യൂണിസ്റ്റുകാരെ എതിർത്തവരാണ് ഇവര്. 91 കോലീബി സഖ്യത്തിന്റെ പല രൂപാന്തരങ്ങളും കേരളത്തിലെ പല പഞ്ചായത്തുകളിലും നമ്മൾ കണ്ടതാണ്. ശരി ശരി. ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവായ ശ്രീ രമേശ് ചെന്നിത്തല കൂടി നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ രമേശ് ചെന്നിത്തല, ഞാൻ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. അങ്ങ് ഞങ്ങളോടൊപ്പം ചേർന്നതിലുള്ള നന്ദി കൂടി പറയുന്നു. നേരത്തെ മന്ത്രി MP രാജേഷ് നമ്മളോടൊപ്പം തത്സമയം ഈ ചർച്ചയിലുണ്ടായിരുന്നു. MP രാജേഷ് ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ അങ്ങയിൽ നിന്ന് തേടുന്നത്. പ്രളയകാലത്ത് ഈ സർക്കാർ അല്ലായിരുന്നുവെങ്കിൽ, കേന്ദ്ര നയം ഇങ്ങനെ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന കാലത്ത് ഈ സർക്കാർ അല്ലായിരുന്നു എങ്കിൽ നാഷണൽ ഹൈവേ അടക്കമുള്ള വികസനങ്ങൾ ഇവിടെ പൂർത്തിയാകുമായിരുന്നോ? ഇരുണ്ട കാലത്തേക്കുള്ള തിരിച്ചുപോക്കിന് കേരളം ആഗ്രഹിക്കില്ല, അതുകൊണ്ട് UDF-ന് വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ അവകാശവാദം. മറുപടി: കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തെ തകർത്ത ഒരു കാലഘട്ടത്തിൽ നിന്നുള്ള മോചനമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. MP രാജേഷ് ഒരു കാര്യം പറയണം, ഇവിടെ പ്രളയം എങ്ങനെ ഉണ്ടായി? നിങ്ങൾ വീണ്ടും വിചാരമില്ലാതെ എല്ലാ ഡാമുകളും ഒരുപോലെ തുറന്നു വിട്ടപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ പ്രളയം അനുഭവിച്ചത്. അതിനെതിരെ ഞാൻ കോടതിയിൽ പോരാടി അമിക്കസ് ക്യൂറിയെ വെച്ച റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് രാജേഷ് ഒന്ന് വായിക്കണം. നിങ്ങൾ ഒരു മര്യാദയുമില്ലാതെ, മുന്നറിയിപ്പില്ലാതെ എല്ലാ ഡാമുകളും ഒരുമിച്ച് തുറന്നു വിട്ടപ്പോൾ ഉണ്ടായ ദുരന്തമാണ് കേരള ജനത അനുഭവിച്ചത്. ഹൈവേ നിർമ്മാണത്തെ നിങ്ങളല്ലേ തടസ്സപ്പെടുത്തിയത്? നിങ്ങളല്ലേ ഭൂമിയിലെ ബോംബാണെന്ന് പറഞ്ഞുകൊണ്ട്, ഭൂമിക്കടിയിലെ ബോംബാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ മുന്നോട്ട് കൊണ്ടുപോകാതിരുന്നത് നിങ്ങളല്ലേ ഈ നാടിന്റെ വികസനം മുഴുവൻ തകർത്തവർ. ഇവിടെ ട്രാക്ടർ വന്നപ്പോൾ നിങ്ങൾ ട്രാക്ടർ കത്തിച്ചു, കമ്പ്യൂട്ടർ വന്നപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറെ തകർത്തു. നിങ്ങൾ ഇവിടെ കൊച്ചി വിമാനത്താവളം വന്നപ്പോൾ ഓവർ മൈ ഡെഡ് ബോഡി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തു. നിങ്ങളല്ലേ ഈ നാടിനെ ഇടതുപക്ഷം വലിയ പ്രചാരണ കാലം ഏറെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ തകർക്കുന്ന തരത്തിലുള്ള വികസനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തവണ ജനങ്ങളെ നേരിടാൻ പോകുന്നത്, ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് ആത്മവിശ്വാസം. എന്ത് വികസനമാണ് ചെയ്തത്? 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് വൻകിട വികസന പരിപാടി ആവിഷ്കരിക്കാൻ അവർക്ക് കഴിഞ്ഞു? കൊച്ചി മെട്രോ, കണ്ണൂർ വിമാനത്താവളം, മിഴിഞ്ഞം പദ്ധതി, ഇതെല്ലാം UDF-ന്റെ സംഭാവനയാണ്. ഈ 10 വർഷത്തിനിടയിൽ ഏത് വൻകിട വികസന പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞു? ഒന്നും പറയാനില്ല. വെറുതെ വാചക കസർത്ത് മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ കേരളം മുഴുവൻ തറക്കല്ലിട്ടു, ഞങ്ങൾ അതിന്മേൽ കല്ലോട് കല്ല് ചേർത്ത് വെച്ച് പണിതുയർത്തി എന്നുള്ളതാണ് അവരുടെ അവകാശവാദം. നിങ്ങളൊക്കെ പറഞ്ഞോ, ഞാൻ പറയുന്നില്ല. അല്ലല്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചാണ്, സമയം ചുരുക്കമായതുകൊണ്ടാണ് ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങ് പറയൂ. ഞാൻ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറയാൻ അനുവദിക്കൂ. പറയൂ. ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറയാനുള്ള പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും. MP രാജേഷ് പറയുന്നല്ലേ നിങ്ങളുടെ അഭിപ്രായമായിട്ടാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറഞ്ഞോ, ഞാൻ കേട്ടോണ്ടിരിക്കുക. അങ്ങ് പറയൂ. കേരളത്തിൽ 10 വർഷമായിട്ട് എന്ത് വികസനമാണ് ഉണ്ടായത്? നിങ്ങൾ ഏതെങ്കിലും ഒരു വികസന പദ്ധതി കൊണ്ടുവന്നോ? ഇവിടെ സ്കൂൾ കെട്ടിടങ്ങൾ പണിയുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണോ?
രാജാക്കന്മാരുടെ കാലത്ത് മിഷണറിയുടെ കാലത്ത് ഇവിടെ സ്കൂൾ കെട്ടിടം പണിഞ്ഞിട്ടുണ്ട്. UDFന്റെ കാലത്ത് സ്കൂൾ കെട്ടിടം പണിഞ്ഞിട്ടില്ലേ? കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് ചെറുപ്പക്കാരിന്ന് വിദേശത്ത് പോയി പഠിക്കുകയാണ്. കേരളം ഒരു വൃദ്ധസദനമായി മാറുകയാണ്. ആരാണ് ഉത്തരവാദി? കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർമാരില്ല, രജിസ്ട്രാർമാരില്ല, പരീക്ഷ നടത്താൻ ആളില്ല. കേരളത്തിലെ സർവകലാശാലകളെ തകർത്ത് തരിപ്പണമാക്കി. ഇവിടുന്ന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവരവിടെ താമസിക്കുന്നു, അവിടെ പഠിക്കുന്നു. ആഗോള നിലവാരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പദ്ധതി ഇട്ടപ്പോൾ അതിന് നേതൃത്വം കൊടുത്ത TP ശ്രീനിവാസനെ അടിച്ചവരാണിവർ. 10 വർഷം കഴിഞ്ഞാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ പറ്റി അവർ ആലോചിച്ചത്. ഇപ്പോഴും ആ ബില്ല് പാസ്സാക്കിയിട്ട് ഒപ്പിടാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവന്നത്? ഗ്രാമീണ റോഡുകൾ നോക്കുക. ഏതെങ്കിലും ഒരു ഗ്രാമീണ റോഡിലൂടെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുമോ? എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് ഇവിടെ വന്നത്? ഇവിടെ എന്ത് നിക്ഷേപമാണ് വന്നത്? കേരളത്തിൽ ആകെ 300 കോടി രൂപയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ ഉള്ളത്. ഇതുകൊണ്ട് കേരളം പോകുമോ? കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളെ നോക്കുക. വിദേശ മൂലധന നിക്ഷേപം, സ്വകാര്യ മൂലധന നിക്ഷേപം, പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ, ആ നാടുകളൊക്കെ വൻപിച്ച പുരോഗതി നേടുമ്പോൾ, ആ സംസ്ഥാനങ്ങൾ വൻപിച്ച പുരോഗതി നേടുമ്പോൾ ഒന്നും ചെയ്യാതെ പ്രചരണങ്ങൾ മാത്രമാണ്. സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് കള്ളപ്രചരണം നടത്തുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ 10 വർഷത്തെ ദുർഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം. ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന, ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ശരി, വളരെയധികം നന്ദി ശ്രീ രമേശ് ചെന്നിത്തല. അങ്ങ് പരിഭവിക്കരുത് കേട്ടോ. ഈ ചർച്ചയുടെ അങ്ങേക്കും അറിയാവുന്ന ചില സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങേക്ക് വരാൻ വൈകിയത്. കൂടുതൽ കാര്യങ്ങൾ മറുപടി പറയട്ടെ എന്ന് വിചാരിച്ചാണ് ഇടയ്ക്കൊന്ന് ഇടപെട്ടത്. അങ്ങ് ക്ഷമിക്കണം, അങ്ങ് മുതിർന്ന നേതാവുമാണ്, ഞാനത് ബഹുമാനിക്കുകയും ചെയ്യുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. എന്തായാലും ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് എത്രത്തോളം വലിയ പോരാട്ടമാണ് കേരളത്തിന് മുന്നിൽ വെക്കുന്നത് എന്നത് വ്യക്തമായിട്ടുണ്ട്. 25 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് കേരളം പോളിംഗ് ബൂത്തിലെത്താൻ. Debate with Madhu Saji.